അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കഥയോട് കൂടിയുള്ള അല്ലെങ്കിൽ ഒരു അനുഭവത്തോട് കൂടിയുള്ള ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ. ഒരു അനുഭവമാണ്, അനുഭവ സമ്പത്ത് കൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അനുഭവം ഗുരു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നല്ല ഒരു അനുഭവത്തോട് കൂടെ തന്നെ ആ അമൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ലൈക്ക് ചെയ്ത് കാണണം എന്നുള്ളത്. ലൈക്ക് ചെയ്ത് കാണുമ്പോൾ യൂട്യൂബ് മനസ്സിലാക്കും ഇത് നല്ലൊരു വീഡിയോ ആണ്, അപ്പോൾ ഒരുപാട് പേരുടെ മുമ്പിലേക്ക് എത്തിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നാൽ കഴിയുന്ന വിധം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയത്, നമ്മൾ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ആൾക്കാരുടെ മുമ്പിലേക്ക് അത് എത്തുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരാളുടെ ലൈക്ക് കൊണ്ട് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്തുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ ലൈക്ക് കൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അമൽ എത്തിച്ചു കൊടുത്ത കൂലി നിങ്ങൾക്ക് അല്ലാഹു തആല തരും. അപ്പോൾ ആ ഒരു അനുഗ്രഹം കൂടി അല്ലാഹു തആലയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാക്കുന്നത് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അനുഭവത്തോടു കൂടിയുള്ള ഒരു അമലാണെന്ന്. അപ്പോൾ അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണല്ലേ. അപ്പോൾ എന്താണ് അനുഭവം, എന്തൊക്കെയാണ്? അപ്പോൾ അനുഭവം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമല്ല, ചെറിയ ഒരു അനുഭവം. അതായത് നമുക്കറിയാമല്ലേ, നമ്മൾ ഉമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്. ഉമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ ഒരുപാടുണ്ട്, ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് മക്കൾ ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് ഉമ്മമാർക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയിപ്പോൾ അവർക്ക് എക്സാം ആയാലും നമുക്ക് എക്സാം ആയ പോലെയാണല്ലേ. അപ്പോൾ അവർക്ക് എക്സാം ആയ നമുക്ക് എക്സാം ആയ പോലെ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മുടെയും ബുദ്ധിമുട്ട്. അവർക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്കും സന്തോഷം ലഭിക്കുന്ന കാര്യം. അങ്ങനെയൊക്കെയാണല്ലേ നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ ഉമ്മമാരുടെ കാര്യം, എൻ്റെ കാര്യമല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് പഠിപ്പ് അല്ലെങ്കിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, എക്സാമുകളിലൊക്കെ നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവരോട് പ്രഷർ ചെയ്യാറുണ്ട്. പഠിക്കെന്ന് പറഞ്ഞിട്ട് ചില ആളുകളെങ്കിലും അങ്ങനെ പ്രഷർ ചെയ്യാറുണ്ട്. ചില ആളുകൾ എന്നല്ല, ഭൂരിഭാഗം ഉമ്മമാരുടെയും ഒരവസ്ഥ അത് തന്നെയാണ്, രക്ഷിതാക്കളുടെ അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവർ പഠിച്ചിട്ട് നല്ല ഉന്നത നിലയിലെത്താൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് പറയുന്നത്, പഠിക്ക് മോളെ, പഠിക്ക്. പക്ഷെ അത് അവരിൽ ഉണ്ടാക്കി വെക്കുന്നത് ഭയങ്കരമായിട്ടുള്ള വലിയ പ്രഷറായിരിക്കും. അവർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അവർക്ക് അപ്പം പഠിക്കാൻ തോന്നുന്നില്ല. നമ്മൾ പഠിക്കുന്ന 100 തവണ പറഞ്ഞെന്ന് കരുതി. പക്ഷെ നമ്മൾ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, മക്കൾ നല്ല അനുസരണയുള്ള മക്കളാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു തആല എല്ലാത്തിനും പരിഹാരവും ഇതൊക്കെ തന്നിട്ടാണ് നമ്മളെ ഈ ഭൂമിലോകത്തേക്ക് പടച്ച് വിട്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തൂല എന്ന് മാത്രം. അത് ഉപയോഗപ്പെടുത്തുന്നവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ നിലയിലും, നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ എല്ലാ നിലയിലും വിജയം ഉണ്ടാകും. പക്ഷെ ഇത് ഉപകാരപ്പെടുത്താത്തവരാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രഷർ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട്, ഇങ്ങനെ പ്രഷർ മാത്രം ചെയ്യാതെ നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധം അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഹെൽപ്പ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആലയോട് അവരെക്കുറിച്ച് പറയുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു തആലയുടെ മക്കളാക്കിയവർ അതായത് നമ്മൾ അല്ലാഹു തആലയെ അവരെ ഏൽപ്പിക്കുക. നമ്മൾ അല്ലാഹുവിനെ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അല്ലാഹു അവരെ കൈവിടൂല. അല്ലാഹു തആല അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും ചെയ്തു കൊടുക്കും. അല്ലാഹു തആല അവരുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കും എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അല്ലാഹു തആലനെ ഏൽപ്പിക്കുക? അല്ലാഹു തആല നമുക്ക് ഒരുപാട് വിധം ഉണ്ട് ഏൽപ്പിക്കാനല്ലേ. നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഒരുപാട് കാര്യങ്ങൾ, അമലുകളുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട്. അതിലൊരു അമലിനെ കുറിച്ചാണ്, ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് മുമ്പ് ചെറിയൊരു അനുഭവം പറയാം. ഒരു കുട്ടി, ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ഒരു കുട്ടി, ആ കുട്ടിക്ക് പരീക്ഷകളിൽ, മദ്രസ പരീക്ഷകളിൽ റബീഉൽ അവ്വൽ വന്ന സമയത്ത് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ട്, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മദ്രസയിൽ. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്തു,
ഒരുപാട് ഒരേപോലെയുള്ള ഒരുപാട് സമ്മാനങ്ങൾ. അതായത് ഇപ്പോൾ മദ്രസ തലത്തിൽ നമുക്ക് എന്താണ് ക്ലാസ്സിൽ ഫസ്റ്റ് അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് ട്രോഫിയും മൊമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും കൂടിയിട്ട് ഈ ഒരു പരിപാടിക്ക് കിട്ടിയപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് പാത്രങ്ങളാണ് കിട്ടിയത്. പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദോശ അതൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ പാത്രങ്ങൾ. അപ്പോൾ എന്താണ് നമുക്ക് ആവശ്യത്തിലധികം പാത്രങ്ങളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 10-11 പാത്രങ്ങൾ. 10-11 പാത്രം മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ദോശ, ഉണ്ണിയപ്പം, നെയ്യപ്പം അങ്ങനത്തെ ഇട്ട് വെക്കുന്ന വലിയ തരത്തിലുള്ള പാത്രങ്ങൾ. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അങ്ങനത്തെ പാത്രങ്ങൾ കിട്ടിയ സമയത്ത് ആ കുട്ടിയുടെ ഉമ്മ എന്ത് ചെയ്തെന്നറിയോ? അവൾക്ക് ഒരുപാട് ആ കുട്ടിക്ക് ഒരുപാട് ഇതുണ്ട് കേട്ടോ. മൂത്താപ്പന്മാരും ഒരാപ്പയും മൂത്താപ്പന്മാരെ, പിന്നെ അതുപോലെ തന്നെ അമ്മായിമാർ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഇവർക്കും ഓക്കും ഒരു 4-5 മൂത്താപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, എല്ലാ വീട്ടിലും ഉമ്മ എന്ത് ചെയ്തു, ഓരോ പാത്രങ്ങൾ കൊടുക്കാൻ വേണ്ടി അവളോട് പറഞ്ഞു. അങ്ങനെ ഓള് കൊണ്ട് എല്ലാ വീട്ടിലും ഓരോ പാത്രങ്ങൾ വീതം കൊടുത്തു. വീട്ടിൽ അവസാനം 3 മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ കൊടുത്തു. ചെറുതും വലുതായിട്ടുള്ള 3 വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് അവളെന്ത് ചെയ്തില്ല, അവളിങ്ങനെ സാധാ പോലെ കൊടുത്തു. പക്ഷേ അവളുടെ ഉമ്മ മനസ്സിൽ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാരണത്താൽ എൻ്റെ കുട്ടിക്ക് ഇനിയുള്ള SSLC പരീക്ഷ, ആ കുട്ടിക്ക് SSLC പരീക്ഷയായിരുന്നു. SSLC പരീക്ഷയിലും അതുപോലെ തന്നെ മദ്രസ പൊതുപരീക്ഷയിലും ഒക്കെ അല്ലാഹു തആല നല്ല വിജയം നൽകട്ടെ. SSLCയിൽ ഫുൾ A+, പൊതുപരീക്ഷയിലൊക്കെ നല്ല ഉന്നത മാർക്കൊക്കെ നൽകട്ടെ എന്ന് അല്ലാഹു തആലയോട് ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ മകൾക്കതൊന്നും അറിയില്ല. മകളതിങ്ങനെ കൊണ്ടേ കൊടുത്തു എന്നല്ലാതെ. അപ്പോൾ കണ്ടില്ലേ ഇവിടെ. എന്നിട്ട് ആ കുട്ടിക്ക് SSLC ഫുൾ A+ ആയിരുന്നു. മദ്രസ തലത്തിൽ പൊതുപരീക്ഷയിൽ നല്ല ഉയർന്ന മാർക്കോടെയാണ് പാസ്സായത്, വിജയിച്ചത്. ക്ലാസ്സിൽ ടോപ്പറാണ്. അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും 92 മാർക്കിൻ്റെ മുകളിൽ കിട്ടിയിട്ട് നല്ല ഫുൾ A+ഓടെയാണ് പാസ് ചെയ്ത്, ഫുൾ A++ഓടെ. അപ്പോൾ ഇനി എന്തായാലും ആ കുട്ടി ആരാന്ന് വെച്ചാൽ അത് ഞാൻ തന്നെയായിരുന്നു. എനിക്ക് അൽഹംദുലില്ലാഹ് SSLCക്ക് ഫുൾ A+, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും A++ ഒക്കെ ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരു ഉമ്മ മകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര വലിയ ഒരു കാര്യമാണിത്. സംഭവം ഇപ്പോൾ ഒരുപാടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സമ്മാനം കിട്ടിയിട്ടുള്ള പാത്രങ്ങളൊരു വിഹിതം നമ്മുടെ കുടുംബക്കാർക്കും അവർക്ക് അവരുടെ മക്കളൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞ് വലിയ വലിയ മക്കളാണ്, കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലിയൊരു അല്ലാഹു തആലയുടെ അടുത്തേക്ക് അത് ഭയങ്കര വലിയ സൗഭാഗ്യമായിട്ട് അല്ലാഹു തആല അന്ന് ഉമ്മ പ്രാർത്ഥിച്ച പോലെ തന്നെ അല്ലാഹു തആല ചെയ്തു കൊടുത്തു. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മമാർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് അങ്ങനെ ഒരുപാട് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കും. അപ്പോൾ നിങ്ങൾ മക്കളോട് പഠിക്ക് എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യുന്നതിനപ്പുറം നമുക്ക് മക്കളോട് ഒരു പരിധി വരെ പറയാം. പക്ഷെ ഓവറായി കഴിഞ്ഞാലും അതും നല്ലതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മക്കളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക അല്ലാഹു തആല മുന്നിൽ, അല്ലെങ്കിൽ ഈ ഓരോ ആവശ്യങ്ങൾ നിയ്യത്താക്കിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക, സ്വതക്കകൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അല്ലാഹു തആല മഹത്വം തരും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ SSLCൻ്റെ സമയത്തൊക്കെ ഞാനിങ്ങനെ SSLC എക്സാമിന് പോകുമ്പോഴും ഉമ്മ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയായിരുന്നു. സ്വലാത്ത്, അതുപോലെ തന്നെ ഉമ്മയുടെ വായി കിട്ടുന്ന ദിക്റൊക്കെ ചൊല്ലും. ഒരുപാട് ദിക്റുകൾ ഉണ്ടാവുമല്ലോ, പിന്നെ സ്വലാത്തൊക്കെ ചൊല്ലും എനിക്ക് എല്ലാ എക്സാംസിൻ്റെ എല്ലാ ഉത്തരവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഉമ്മ ഇങ്ങനെ വിട്ടുപോകും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓരോന്ന് വേറെ ചെയ്യുമ്പോഴത്തേക്ക് വിട്ടുപോകും. അപ്പോൾ ഓർമ്മ വരുമ്പോൾ പിന്നെയും ചെല്ലും. അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ മക്കളെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒന്നും ആവില്ല. അതുകൊണ്ടൊന്നും ആവില്ല. മനസ്സിലായല്ലോ? എൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ സിസ്റ്ററിനും ബ്രദറിനൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ മന്ത്രിച്ചൂതിയ വെള്ളം, എൻ്റെ അനിയൻ ചെറിയ കുട്ടിയാണ്, അവന് മന്ത്രിച്ചൂതിയ വെള്ളം ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ, അവനിപ്പോൾ തന്നെ അവർ ഇസ്ലാമികമായിട്ടുള്ള ചുറ്റവട്ടത്തിൽ അങ്ങനെ അവനും പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഉമ്മ അങ്ങനെ ചെയ്യുന്നത് അവന് അറിയുന്ന സമയത്ത് അവനും തോന്നുമല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതും അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാന്നല്ലാതെ ഇങ്ങനെ പ്രഷർ ചെയ്ത് മാത്രം പോവരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ അനുഭവം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് പറയാനായിട്ട്. അത് ചെറിയൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉമ്മ എല്ലാ നിസ്കാര ശേഷവും എനിക്കും അനിയത്തിക്കും അനിയനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടോ. അതായത് നമ്മൾ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുരിയാത്തിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത് ഉമ്മ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു ഫറള് പോലെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അത് 3 പ്രാവശ്യമേ ചൊല്ലുള്ളൂ. പക്ഷേ അതിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുരിയാത്തിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന എല്ലാവരും പതിവാക്കുക മക്കൾക്ക് വേണ്ടിയിട്ട്.
പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പഠിപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ ജോലി ആവശ്യമായിക്കോട്ടെ എന്തൊരു മക്കളുടെ എല്ലാ സൗഭാഗ്യത്തിനും വേണ്ടിയിട്ട് ഉമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്യുക. ഈ റബ്ബന ഹബലന എന്ന് പറയുന്ന പ്രാർത്ഥന പഠിപ്പിന് മാത്രമല്ല കേട്ടോ, മക്കൾക്ക് വേണ്ടിയിട്ട് പൊതുവായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, മഹാന്മാരൊക്കെ പഠിപ്പിച്ച് തന്നതാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ഉമ്മമാരുണ്ട്, ചില അപൂർവമായിട്ടുള്ള ആൾക്കാരെങ്കിലും എൻ്റെ മോൾക്ക് എന്തായാലും അതൊന്നും കിട്ടൂല, കാരണം അവളുടെ ക്ലാസ്സിൽ അതിലേറെ നല്ല മുന്തിയ ആൾക്കാരുണ്ട്, മുന്തിയ കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ തന്നെ എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെയുണ്ട്. അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. കാരണം അല്ലാഹു തആല എല്ലാവർക്കും 24 മണിക്കൂറാണ് കൊടുത്തിട്ടുള്ളത്, എല്ലാവർക്കും പഠിക്കാൻ സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ പഠിക്കണം. നമ്മളാരുമല്ല എൻ്റെ കുട്ടിക്ക് കിട്ടൂല ഓക്ക് മാത്രം കിട്ടുള്ളൂ എന്ന് പറയാൻ. ഓക്ക് കൊടുക്കുന്നതും നമ്മളെ കുട്ടിക്ക് കിട്ടാതെ ഇരിപ്പിക്കുന്നതും ആരാണ്? അല്ലാഹു തആലയാണ്. അല്ലാഹു തആലേനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്, എല്ലാവരും ഒരേപോലെയാണെന്ന് വിചാരിക്കുക. ഓളുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഓനുണ്ടായതുകൊണ്ട് ഓൻക്കും ഓക്കും മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ എൻ്റെ കുട്ടിക്ക് കിട്ടൂല, അങ്ങനെ ഒരിക്കലും പറയരുത്. അപ്പോൾ അത് ആ കുട്ടികൾക്കും ഒരു ഇതായിരിക്കും. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇവളിപ്പോൾ എന്തായാലും പഠിച്ചിട്ടും ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ഓളെ ക്ലാസ്സിൽ അതിലേറെ അത് കുട്ടികൾ ഓക്ക് എന്തായാലും കിട്ടൂല എന്ന് പറയാതെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരോട് പഠിക്കാൻ പറയുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല സദഖകൾ ചെയ്യുക. അല്ലാഹു തആലയോട് അവർക്ക് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കുക. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ റബ്ബന ഹബലന പ്രാർത്ഥിക്കുക. അപ്പോൾ 5 നേരവും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അല്ലാഹു തആല നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ റഹ്മത്തും ബർക്കത്തും നൽകട്ടെ. സന്താനങ്ങളിലും അതുപോലെ തന്നെ സമ്പത്തിലും എല്ലാത്തിലും ബർക്കത്തും റഹ്മത്തും അല്ലാഹു തആല ചൊരിഞ്ഞു തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. നല്ല പഠിപ്പുള്ള നല്ല വിദ്യാസമ്പന്നരായ മക്കൾ അല്ലാഹു തആല നമുക്ക് തരട്ടെ. മക്കൾക്ക് എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ അല്ലാഹു തആല. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.